ആ ജ്ഞാനിയായ വയോവൃദ്ധൻ ആ ഒരു കുഞ്ഞിനോട് ചോദിച്ച, മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനൊരു മത്സരത്തിന് പോകുമ്പോൾ. നിന്റെ മത്സരം എന്തിനാണ്? അതെൻ്റെ ജീവിതത്തിൽ ധന്യമാകാനാണ്, വലിയ വിജയങ്ങളുണ്ടാക്കാനുള്ള ഒരു പ്രാരംഭമാണ്. ആ കുട്ടി പോയി ഈ ജ്ഞാനിയും കൂടെ ചെന്നു. വലിയ ഓട്ട മത്സരമാണ്. എല്ലാവരും ഫിസിലടിച്ചു, 1 2 3 പറഞ്ഞു. ഓട്ട മത്സരം നടന്നു. ഈ കുട്ടി ഒന്നാമനായി. സദസ് ഒന്നടങ്കം കൈകൊട്ടി ഈ മനുഷ്യൻ ആർപ്പുവിളികളിലൂടെ ഈ കുഞ്ഞിനെ സ്വീകരിച്ചു. പക്ഷെ ഈ വയോവൃദ്ധന്റെ മനസ്സിൽ മുഖത്തൊരു സന്തോഷമില്ല. അയാൾ വിഷമിച്ചിട്ട് നിൽക്കുവാണ്. ഈ കുട്ടിക്ക് അത്ഭുതമുണ്ട്. എങ്കിലും ഞാൻ ജയിച്ചല്ലോ എന്നൊരു സന്തോഷം. അടുത്ത സെമി ഫൈനലിൽ വന്നു. അപ്പോഴും ഈ കുട്ടി മത്സരിച്ചു. ഒന്നാമനായി രംഗത്ത് വരുമ്പോഴും ഈ വയോവൃദ്ധൻ വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല. വിഷമത്തിൽ എങ്ങനെ നിൽക്കുവാണ്. മൂന്നാമത് വയോവൃദ്ധൻ പറയാണ്, ഞാനൊരു മത്സരം നടത്താം, നീ അതിൽ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഈ കുഞ്ഞിനെ പിടിച്ചിട്ട് ആ മത്സരത്തിന്റെ വരിയിൽ നിർത്തുകയാണ്. അപ്പുറത്തൊരു അന്ധനായ മനുഷ്യൻ, ഇപ്പുറത്ത് ഒരു വയസ്സായ ഒരാളെയും നിർത്തുകയാണ്. പെട്ടെന്ന് വിസിലടിച്ചു. ഓട്ടത്തിൽ ഈ കുഞ്ഞ് വിജയിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ഇതുവരെ കൈയടിച്ചവരാലും അത്ര സുഖകരമായി കൈയടിക്കുന്നില്ല. ഈ വയോവൃദ്ധന്റെ മുഖം നോക്കുമ്പോൾ വലിയ ദേഷ്യാവസ്ഥയുമാണ്. ഈ കുഞ്ഞിന്റെ വിഷമം കാണുമ്പോൾ ഈ വയോവൃദ്ധനായ ജ്ഞാനിയായ മനുഷ്യൻ വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഒന്നുകൂടി മത്സരം നടത്തണം, പക്ഷെ 3 പേരും ഒരുമിച്ച് ജയിക്കണം. അതിനൊരു വകയുണ്ടോ നമുക്ക് നോക്കാം. മൂന്നാമത് ആ മത്സരാർത്ഥിയുടെ വരയിലേക്ക് കാല് വെച്ച് നിർത്തുമ്പോൾ ഈ കുട്ടി ചിന്തിച്ചു, ഇപ്പോഴും ഓടിയാൽ ഞാനേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചപ്പോ പക്ഷെ ആ ജ്ഞാനിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ കഴിയില്ല. ആ കൊച്ചുകുഞ്ഞ് വലതുഭാഗത്തുള്ള അന്ധനെയും ഇടതുഭാഗത്തുള്ള വയോവൃദ്ധനെയും പിടിച്ചുകൊണ്ട് 2 കൈയിൽ താങ്ങ് കൊടുത്ത് ഒരുമിച്ച് കൊണ്ട് ഓടിയപ്പോ ഒരുമിച്ചെത്തുകയും അപ്പോൾ ഇതുവരെ ജയിച്ചപ്പോൾ കിട്ടാത്ത അലങ്കാരമുള്ള ആത്മാർത്ഥമായ കൈവച്ചയും ആ ഒരു ആരവവും കേട്ട് ഈ കുട്ടി തിരിച്ചറിയുകയാണ്. ഓരോരുത്തരും അവർക്ക് വേണ്ടി മത്സരിക്കുന്നതോടൊപ്പം ഈ നാടിന്റെ മനുഷ്യനായി തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ഒരുമയുള്ള ഉമ്മത്ത് എന്ന ഉന്നതമായ ആദർശം ഈ ആധുനിക ലോകത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹത്തായ ദക്ഷിണേന്ത്യയിലെ മതമൈത്രി സംഗമത്തില് ശരിക്കും അക്ഷരാർത്ഥ ഭാഷണങ്ങൾ നമ്മൾ ആസ്വദിച്ച് കേൾക്കാറുണ്ട്. പക്ഷെ സിനിമയുടെ കൂടത്തായി ഉസ്താദിന്റെ അർത്ഥഗർഭമായ വാക്കുകൾ സാധാരണ ഫ്രാൻസിസ് ബേക്കന്റെ എസ്സയെ കുറിച്ചാണ് ഇംപ്രഗ്നന്റ് വിത്ത് മീനിങ്സ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അതുപോലെ അർത്ഥഗർഭമായ വാക്കുകൾ ഒരുപക്ഷെ തേനോടും മധുരത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത്. ഇതിന് കാരണമായ ദക്ഷിണേന്ത്യയിലെ ജമഅത്തുലമയാണ്. ഇൻഷാ അല്ലാഹ് നാളെയുടെ നാളുകളിൽ ഈ ലോകം ഉറക്കെ പറയുന്ന മതമൈത്രിയുടെ മാനവനെ മനുഷ്യത്വം മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക ഈ അക്ഷരകേരളത്തിൽ കാണിച്ചു കൊടുത്ത അനുഗ്രഹീതമായ പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ജമഅത്തുൽ